ഹായ് ഹലോ മിഷനി ഹിയർ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ വളരെ ഹാപ്പിയാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നത്തെ ദിവസം നമ്മളിലേക്ക് വരുന്നത് എന്തൊക്കെയാണ്, നമ്മൾ അറിയേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമുക്കുള്ള യൂണിവേഴ്സിന്റെ ഗൈഡൻസ് എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ 2-3 ദിവസമായിട്ട് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇന്നത്തെയും കാണാം. ഓക്കെ, അപ്പോൾ തികച്ചും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് ഇരുന്ന് വീഡിയോ പൂർണ്ണമായിട്ട് കേൾക്കാൻ ശ്രമിക്കുക. നെഗറ്റീവ് ഉണ്ടാവാം, പോസിറ്റീവ് ഉണ്ടാവാം. അതിനെ അതേപോലെ കേട്ടിട്ട് നമ്മൾ അതിനനുസരിച്ച് ബിഹേവ് ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവിനെയും നമുക്ക് പോസിറ്റീവ് ആക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഗൈഡൻസ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കാർഡ് ഷഫിൾ ചെയ്ത് നോക്കാം. എന്താണ് നമുക്കിന്ന് കിട്ടുന്ന ഗൈഡൻസ് എന്താണ് എന്ന് നോക്കാം. ഓക്കെ, നമ്മള് 11 കാർഡേ എടുക്കാറുള്ളൂ. ഒരു കാർഡ് കൂടുതൽ വീണു, ഒരുപക്ഷെ അതും നമ്മൾ അറിയേണ്ടുന്ന കാര്യമായിരിക്കാം. ഓക്കെ, ഇന്ന് കുറച്ച് നമ്പേഴ്സ് ഞാൻ പറയാം. ഈ നമ്പേഴ്സ് ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ദിവസത്തിൽ ഇമ്പോർട്ടന്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെയാണോ നോക്കാം. അപ്പൊ നിങ്ങൾ കൂടുതൽ റെസനേറ്റ് ആയിരിക്കും. 7, 3, 10, 18, 4, 1, 5 റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. 9, 7 റിപ്പീറ്റ് ആവുന്നുണ്ട്. സോഡിയക് സൈൻ പറയുമ്പോൾ അക്വേറിയസ് വരുന്നുണ്ട്, ടോറസ്, ക്യാൻസർ, സാജിറ്റാരിസ്, ഏരീസ്, പൈസസ്, ലിയോ, ടോറസ്, വിർഗോ. ഇത്തരം സോഡിയക് സൈനും ഇതിൽ വരുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം തന്നെ നമ്മൾ ചതികളിൽ പെടാതിരിക്കാൻ, ഓക്കെ, അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ, പണനഷ്ടങ്ങൾ ഇല്ലാതിരിക്കാൻ, അല്ലെങ്കിൽ ഏതൊരു തരത്തിലാണെങ്കിലും നിങ്ങൾക്കൊരു ചതി സംഭവിക്കാതിരിക്കാൻ, പേപ്പറുകളിൽ ഒപ്പിടുമ്പോ ചിലപ്പോൾ വിദേശ ജോലികളുടെയോ പരീക്ഷകളിലോ കാര്യങ്ങളിലോ എല്ലാത്തിനും ചതി നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. നമ്മുടെ ഭാഗത്തുനിന്ന് നമുക്കൊരു അബദ്ധം പറ്റരുത്, നമ്മളെ മറ്റാരും വഞ്ചിക്കരുത്, അല്ലെങ്കിൽ ആ വഞ്ചിക്കാൻ നമ്മൾ നിന്ന് കൊടുക്കരുത്. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ മറ്റാരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ചതിക്കുന്നുണ്ടാകാം, അതും ആയിരിക്കാം. ചതി എന്ന് പറഞ്ഞൊരു സംഭവത്തിന് ഒരു വിശ്വാസവഞ്ചന, പറ്റിക്കപ്പെടൽ, ഓക്കെ, കബളിപ്പിക്കപ്പെടൽ, അത്തരം കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളെ ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുന്നതാകാം. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നഷ്ടപ്പെടുന്നതായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും വസ്തുക്കൾ കളവ് പോകുന്നതായിരിക്കാം, നിങ്ങൾക്കൊരു കൺട്രോൾ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ, കാര്യങ്ങള്, ഒരു റെസ്പോൺസിബിലിറ്റിയോടുകൂടി തന്നെ ഇന്നെല്ലാ കാര്യങ്ങളെയും നോക്കി കാണാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, കുറെ കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നുണ്ടാകാം നിങ്ങൾ, ചിലപ്പോൾ അല്ലെങ്കിൽ നിങ്ങളോട് മറ്റാരെങ്കിലും മറച്ചു വെക്കുന്നുണ്ടാകാം. ഒരു ഫെയർ ആയിട്ടല്ല നിങ്ങളോട് പല വ്യക്തികൾ ചിലപ്പോൾ പെരുമാറുന്നത്, അല്ലെങ്കിൽ പല സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഫെയർ ആയിട്ട് വരുന്നില്ല. അപ്പൊ അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനാണ് പറയുന്നത്. പിന്നെ പണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പണം ചെലവാക്കുന്നതിലും ബാക്കി കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു ലോങ് ടൈം വ്യൂ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. കാരണം പണം സൂക്ഷിച്ച് ചെലവാക്കാനും മിതവ്യയം ശീലിക്കാനും അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് പണം സമ്പാദിക്കാനും ഇതിനെല്ലാത്തിനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. പണസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്താ പറയാ, സന്തുലിതമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഓക്കെ, അതിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നും വരുന്നതായിട്ട് കാണിക്കുന്നില്ല. ഇൻവെസ്റ്റ്മെന്റുകൾ, കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെയധികം
നല്ലതായിരിക്കാം ഈ ഒരു ദിവസം. പിന്നെ ഇന്നത്തെ ദിവസം ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സെലിബ്രേഷൻ കാര്യങ്ങൾ പറയുന്നുണ്ട്. സെലിബ്രേഷൻ ഫ്രണ്ട്സുകൾ തമ്മിലായിരിക്കാം, ഫ്രണ്ട്ഷിപ്പ്, ഒരു കൊളാബറേഷൻ, ഒരു എന്താ പറയാ, എല്ലാ തരത്തിലൊരു കമ്മ്യൂണിറ്റി ഹാപ്പിനെസ്. അപ്പൊ അത്തരം കാര്യങ്ങളിലും കാര്യങ്ങൾ ഉണ്ടോ ഇല്ലേ, മൊത്തത്തിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുക. ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങളൊന്ന് സ്പെഷ്യൽ കെയർ കൊടുക്കുക ഈ ഒരു കാര്യത്തിന്. ഓക്കെ, ചിലപ്പോൾ ഇന്ന് നിങ്ങൾ ഏതെങ്കിലും എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റീസ് വഹിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ ആരെങ്കിലും ഇല്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ അവരുടെ ചുമതല കൂടി നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നതോ, അല്ലെങ്കിൽ മറ്റ് അധിക ജോലികൾ സാധാരണ നോർമൽ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു സ്ഥാനത്തേക്ക് എത്തുന്നതോ, അല്ലെങ്കിൽ അത്തരം ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഇടവരുന്നതോ അങ്ങനെ സാധ്യതകളാകാം. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാകാം. അതേപോലെ തന്നെ അതിലൊരു മത്സരങ്ങൾ ഉണ്ടാകാം. ഓപ്പോസിറ്റുള്ള വ്യക്തികളോ സഹപ്രവർത്തകരോ ആരൊക്കെ ആയിട്ട് അതിലൊരു മത്സരങ്ങൾ, ആര് ജയിക്കും എന്നൊരു രീതിയിലുള്ളൊരു മത്സരാടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്നതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാകാം. ഓഫീസാവാം, ജോലിയാവാം, പല കാര്യത്തിലാവാം, റിലേഷൻഷിപ്പിലാകാം. ഒക്കെ ഒരു മത്സരാടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഒരു ആക്ഷൻ എടുക്കുന്നത്, അതിനുവേണ്ടി നമ്മൾ എന്താ പറയാ, നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കാം, ഒരു പക്ഷെ നമുക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു കാര്യമായിരിക്കാം. അതിന് നമ്മൾ നിർബന്ധപൂർവം ചുമക്കുന്ന ഒരവസ്ഥ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾ ഇമോഷണലി അത്ര സ്റ്റേബിൾ ഒന്നല്ല, ഒട്ടും മെച്യൂർ ആയിരിക്കില്ല. ഒരു ഇമ്മെച്യൂരിറ്റി ആണ് അതിൽ വരുന്നത്, ഒരു ഇൻസെക്യൂരിറ്റി ആണ് വരുന്നത്. ടോട്ടൽ ഒരു ഡിസപ്പോയിൻമെന്റ് ആയിരിക്കാം. ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകാം. അപ്പൊ ഇത്തരം പല കാര്യങ്ങളും ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾ എന്താ പറയാ നേരിടാൻ സാധ്യതയുണ്ട്. മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒരു പക്ഷേ വർക്ക് ആകുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഒരു മാനിഫെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇന്നത്തെ ദിവസം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ അതിന് നിങ്ങൾ അങ്ങനെ തരത്തിൽ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട്. പണസംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇത് ചെയ്തു വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ കടം മാറണേ, ജപ്തി, അങ്ങനെ നിങ്ങൾക്ക് പണത്തിൻ്റെതായ ആവശ്യങ്ങളൊക്കെ ആണെങ്കിൽ അത് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വർക്കാവാനുള്ളൊരു സാധ്യത, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു പ്രതിഫലം ലഭിക്കാനുള്ള ഒരു അതിനുള്ള ഒരു അവസരങ്ങൾ, പണസംബന്ധമായിട്ടുള്ള വഴികൾ തുറക്കുന്നതൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ല്, അത് ഏതൊരു കാര്യത്തിലായിക്കോട്ടെ, എന്തിനാണെങ്കിലും നിങ്ങളുടെ ആ സ്കില്ലിനെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലാവാം, അല്ലാതെ ഏത് തരത്തിലുള്ളതിലും. ഓക്കെ, പിന്നെ ഒരു ആഗ്രഹങ്ങൾ, നിങ്ങളുടെ എന്താണോ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നത് അതെല്ലാം ഒരുപക്ഷെ ഇന്നത്തെ ദിവസം നല്ലൊരു ഭക്ഷണം കഴിക്കാനായിരിക്കാം, അപ്പോ ഹെൽത്ത് അങ്ങനെ എന്താണോ നിങ്ങളുടെ ആ ഒരു ആഗ്രഹങ്ങൾ. ചിലവർക്ക് മൂക്കുത്തിടാനായിരിക്കാം, അല്ലെങ്കിൽ ടാറ്റു ചെയ്യാനായിരിക്കാം, അങ്ങനെ എന്താണോ പലതരത്തിലുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങൾ, അത്തരം ആഗ്രഹങ്ങളെല്ലാം തന്നെ സാധ്യമാകുന്നതായിട്ട് പറയുന്നുണ്ട്. ഈ ഒരു സമയം ഇന്നത്തെ ദിവസം നിങ്ങളൊരു സോൾ സെർച്ചിങ്, ഓക്കെ, നിങ്ങൾ കുറെ ചിന്തിച്ചിരിക്കുന്നുണ്ട്, ഒറ്റയ്ക്കിരുന്ന് കുറെ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ കാര്യങ്ങളായിരിക്കാം. ഒരു സ്വാതന്ത്ര്യത്തിനെ പറ്റി, സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ മറ്റാരുടെയും അധികാരവും ആധിപത്യവും ഒന്നുമില്ലാതെ, മറ്റ് നിയന്ത്രണങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആൻസർ കിട്ടുന്നുണ്ട്, ഒരു ഗൈഡൻസ് കിട്ടുന്നുണ്ട്. കുറെ പേരൊക്കെ മെഡിറ്റേഷൻ അത്തരം കാര്യങ്ങളൊക്കെ തുടങ്ങാം എന്ന് ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ തുടങ്ങിയിട്ടുണ്ടാകാം. പിന്നെ എല്ലാ സ്ഥലത്തും നിങ്ങൾക്കൊരു എന്താ പറയാ, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മനസ്സ് ശാന്തമാകും, നമ്മുടെ പല കാര്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ടാകാം, അതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളെ പറയുന്നുണ്ട്. ഫിനാൻഷ്യൽ ആയിട്ടുള്ളൊരു നഷ്ടത്തിൽ നിന്ന്, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കരകയറാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഇന്നത്തെ ദിവസം ഒരുപാട് ചാരിറ്റി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം. അതുപോലെ തന്നെ ഒരു ഇംപ്രൂവ്മെന്റ് ആണ് പണസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ഇപ്പോൾ റീസെന്റ് ഉണ്ടാകുന്നതിനേക്കാൾ മെച്ചപ്പെട്ട ഏതെങ്കിലും തരത്തിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ലോട്ടറി അടിക്കുന്നതോ, അല്ലെങ്കിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ മറ്റൊരു സ്ഥലത്ത് നിന്ന് നമുക്ക് പണം കിട്ടുന്നതോ, അല്ലെങ്കിൽ മറ്റ് സുഹൃത്തുക്കളോ ഫാമിലിയോ ആരെങ്കിലും നമ്മളുടെ വല്ലാത്തൊരു സാഹചര്യത്തിൽ നമുക്ക് പണം വാഗ്ദാനം ചെയ്യുന്നതോ, നമുക്കത് ഉപകാരപ്രദമാകുന്നതോ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. പിന്നെ ഇന്ന് നിങ്ങൾ ഭയങ്കര വഴക്കുകൾ ഉണ്ടാക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ അത്തരം വഴക്ക് സാധ്യതയുള്ള അത്തരം കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് നിങ്ങൾ പിന്തിരിഞ്ഞ് നടക്കുന്നുണ്ട്. ഓക്കെ, എന്താണ് ആ ഡിഫറൻസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ അതിലോട്ട് കൂടുതൽ പ്രശ്നങ്ങൾക്ക് പോകുന്നില്ല, മനഃപൂർവ്വം വഴിമാറി പോകുന്നു.
ചിലപ്പോൾ പണ്ട് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ഓക്കെ അല്ലാത്തൊരവസ്ഥ, ചിലപ്പോൾ കുറച്ച് പേര് നിങ്ങൾക്ക് പണം തരാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഒരു പ്രണയം റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ പണ്ട് പറഞ്ഞ ഒരു സ്നേഹം അല്ലെങ്കിൽ പണ്ട് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ഒന്നുമല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ, അത്തരം കാര്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ എവിടെയാണോ പ്രശ്നം അതിൽ നിന്നും വഴി മാറി നടക്കുന്നുണ്ട്, പ്രശ്നമില്ലാതെ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്, അതിനുവേണ്ടി പോകുന്നുണ്ട്. പിന്നെ പറയുന്നത് ഒരു പ്രണയം, ഒരു ലവ്, എല്ലാ തരത്തിലും ഒരു പുതിയ ഫീലിംഗ് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. സ്പിരിച്വലി ഒരു ഇൻഡ്യൂഷൻ നിങ്ങളുടെ കുറെ കാര്യങ്ങൾ വർക്കാവുന്നതായിട്ട് പറയുന്നുണ്ട്. പുതിയ എന്താ പറയാ, കുട്ടികളൊക്കെ ഇല്ലാത്തവർക്കാണെങ്കിൽ അപ്പൊ അതിനുള്ള ഒരു സാധ്യത കാര്യങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സന്തോഷ വർത്തമാനങ്ങൾ കേൾക്കല്, പ്രപ്പോസല്, മാരേജ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഒരു ഇതും ഇന്നത്തെ ദിവസത്തിലെ ഇതിൽ പറയുന്നുണ്ട്. കൂടുതൽ നിങ്ങൾ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കണക്ട് ആവാനുള്ള ഒരു സാധ്യത, ഒരു ഇല്യൂഷൻ, ഒരു മിസ്റ്ററി. മൊത്തം നിങ്ങളൊരു എന്താ പറയാ, സബ് കോൺഷ്യസ് മൈൻഡിലായിരിക്കും ടോട്ടലി. നിങ്ങളുടേതായ കുറെ കാര്യങ്ങൾ അതിൽ നിങ്ങൾക്ക് ഒരുപാട് പേടി ഉണ്ടാവാം, ആങ്സൈറ്റി ഉണ്ടാവാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം. വല്ലാത്തൊരവസ്ഥ. ഓക്കെ, ഭയങ്ങള്. പിന്നെ പറയുന്നത് പേഴ്സണലായിട്ടുള്ള ഒരുപാട് സെലിബ്രേഷൻസിന് പറയുന്നുണ്ട് ഇന്നത്തെ ദിവസം. നിങ്ങളിലേക്ക് ഒരു നിങ്ങളുടെ മനസ്സ് സന്തോഷിക്കുന്ന ഒരവസ്ഥ, കാര്യങ്ങള്. അതേപോലെ തന്നെ വഴക്കുണ്ടാകാം മറ്റുള്ളവരായിട്ട്, അതിനുള്ള സാധ്യതകളെയും പറയുന്നുണ്ട്. നമ്മൾ എത്ര വേണ്ട എന്ന് വിചാരിച്ചാലും ചെറിയ വഴക്കുകൾ ഉണ്ടാവുന്നതായിട്ട് പറയുന്നുണ്ട്. ഒരു സപ്പോർട്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കാം ഒരു സപ്പോർട്ട് ഇല്ലാത്തൊരവസ്ഥ, ഒരു കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ഡൗൺ ആയ ഒരു അവസ്ഥ, കാര്യങ്ങൾ പറയുന്നുണ്ട്. വീട്ടില് വഴക്ക്, ഒച്ചകള്, അത്തരം കാര്യങ്ങള്, ഒരു ട്രാൻസിഷൻ, എല്ലാ തരത്തിലും ഒരു മാറ്റം, ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് പറയുമ്പോൾ നമ്മൾ ഈ 12 കാർഡ് എടുത്തതിൽ ആ 12 കാർഡിലും പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾക്ക് വർക്ക് ആകുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഒന്നും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങളുടെ റീഡിംഗ് അല്ല. നിങ്ങളുടെ വ്യക്തമായ ഒരു റീഡിംഗ് കാര്യങ്ങൾ അറിയാൻ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക തന്നെ വേണം. ഇത് വെച്ച് നോക്കി നിങ്ങൾക്ക് ഓക്കെ ആവുന്നുണ്ടോ നോക്കാം, അതനുസരിച്ച് വർക്ക് ചെയ്യാം, മുന്നോട്ട് പോകാം, അപകടങ്ങൾ ഒഴിവാക്കാം, അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് ആയിട്ട് സ്വീകരിച്ചിട്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാവ് എ നൈസ് ഡേ. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷേനെ.